ആൾക്കാർ പോകുന്തോറും രാവിലെ വന്നവരൊക്കെ റിട്ടേൺ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം കേട്ടോ. കുറേ പേര് വണ്ടിക്ക് വരും, കുറേ പേര് നടന്നു വരും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പ്രത്യേക അവരുടെ താല്പര്യമാണ്. ചില സമയങ്ങളിൽ വണ്ടി കിട്ടാതെ കുറേ നേരം നോക്കിയിരുന്നിട്ട് ഇറങ്ങി വരുന്ന ഒരുപാട് പേരെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു കേട്ടോ. ചിലരവിടെ കിടന്ന് ഉറങ്ങും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് പോലീസുകാരുണ്ടാവും, ആർമി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വന്യമൃഗങ്ങളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ അവിടെ കാട്ടുപോത്തും ആനയും ഒക്കെ ഉണ്ട്. പിന്നെ വർഷത്തിലൊരിക്കൽ മാത്രമാണ് നമുക്ക് അതിനകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ആൾക്കാരെത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ പകുതി എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളെ എവിടെ ഇറക്കും കേട്ടോ. ഇറക്കിയതിന് ശേഷം നമുക്ക് അവിടെ ചെക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക്കും കുപ്പികൾ ബോട്ടിൽസ് അതൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കയറ്റി വിടുന്നത്. അതുപോലെ തന്നെ മെഡിക്കലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ആംബുലൻസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ടീമുകളും അവിടെ സജീവമായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോഴത്തേക്കും നമ്മൾ വന്ന വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഏത് വണ്ടിക്കാണോ വന്നത് ആ വണ്ടിക്ക് തന്നെ കയറണം കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് പേര് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഞാനൊരു ഇടുക്കിക്കാരി ആയിട്ട് പോലും ഞാനിപ്പോൾ ചിന്തിക്കുന്നു എന്തേ ഞാൻ ഈ സംഭവം കാണാൻ വൈകിയെന്നാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സമയമാണല്ലോ. അങ്ങനെ നമ്മളവിടെ ചെന്നു കഴിഞ്ഞപ്പം കുഞ്ഞാപ്പൂന് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അവരതെല്ലാം പേപ്പറിലാക്കി തന്നു കേട്ടോ. ഒന്നും ബോട്ടിൽസ് അല്ലായിരുന്നു, നമ്മുടെ കയ്യിൽ കുപ്പി ഉണ്ടായിരുന്നു. അല്ലാത്ത നോർമൽ കുപ്പി അല്ലാത്തത് അവൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അത് നമുക്ക് അലൗഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലൂടെ കയറി ചെന്ന് നമ്മൾ അവിടെ ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ. ആ ചെക്കിങ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വന്ന വണ്ടിയിൽ കയറിപ്പോകും കേട്ടോ. ആദ്യം എന്നെ ചെക്ക് ചെയ്തു, അത് കഴിഞ്ഞ് പുറകെ ചേച്ചീനെയും ചെക്ക് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങളെ ചെക്ക് ചെയ്തപ്പോൾ കീ സൗണ്ട് കേട്ടു കേട്ടോ. അപ്പം ഞങ്ങളോർത്ത് എന്താ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ താഴെ കുറച്ച് ദൂരം നമ്മുടെ വണ്ടി മാറിയിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കൂടെ നടക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇത് കാണാത്തത് കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൂടെ തന്നെ ഞാൻ ഈ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ സ്റ്റോറിയും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാവേ.